ഓപ്പറേഷൻ സിന്ദൂർ എന്ന മനോഹരമായ ഇന്ത്യൻ കാവ്യശില്പത്തിലെ യഥാർത്ഥ നായിക കേണൽ സോഫിയ ഖുറേഷി എന്ന ഗുജറാത്തുകാരിയാണ്. എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ കേണൽ സോഫിയ ഖുറേഷി ഇടം പിടിച്ചിരിക്കുന്നു. സോഫിയ ഖുറേഷിയിലൂടെ നമ്മൾ അഭിമാനിക്കുന്നു, ആഹ്ലാദിക്കുന്നു. സോഫിയ ഖുറേഷി കേവലം ഒരു കേണൽ മാത്രമല്ല, കേവലം ഒരു സ്ത്രീ മാത്രമല്ല, കേവലം ഒരു മുസ്ലിം സ്ത്രീ മാത്രമല്ല. അവൾ ഓരോ ഇന്ത്യക്കാരുടെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. ഓരോ ഇന്ത്യക്കാരന്റെയും സഹോദരിയാണ്. ഓരോ ഇന്ത്യക്കാരന്റെയും കുടുംബത്തിലെ അംഗമാണ്. അവർ ഇന്ത്യൻ സേനയുടെ മുഖമായി യുദ്ധകാലത്ത് ചാനലുകളിൽ നിറഞ്ഞു നിന്നത്, സൈനിക നീക്കങ്ങളുടെ അപ്ഡേഷൻ മാധ്യമങ്ങളോട് നൽകിയത് അവരാണ്. അതിന് 2-3 കാരണങ്ങൾ. ഒന്ന്, തീർച്ചയായും അവരൊരു മുസ്ലിം സ്ത്രീയാണ് എന്നത് തന്നെയാണ്. ഇന്ത്യ മുസ്ലിം വിരുദ്ധമാണ്, മുസ്ലിം വംശഹത്യ നടത്തുകയാണ്, മോദി സർക്കാർ ആകപ്പാടെ ഫാസിസ്റ്റ് സർക്കാരാണെന്നൊക്കെ പറയുന്നവർക്ക് മുമ്പിൽ ഇന്ത്യ ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ അതിന്റെ മുഖമായി ഒരു മുസ്ലിം സ്ത്രീ അവതരിപ്പിച്ചു എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തേത്, അവരുടെ മിടുക്കാണ്. അവർ ഇന്ത്യൻ സേനയുടെ സൈബർ സെക്യൂരിറ്റിയുടെയും ഡിജിറ്റലൈസേഷന്റെയും ഒക്കെ പ്രോജക്ട് കൈകാര്യം ചെയ്ത ആളാണ്. അവരാണ് ഇന്ത്യൻ സേനയെ ആധുനികവൽക്കരിക്കാൻ മുൻകൈയെടുത്തത്. അവരുടെ അസാധാരണമായ ഡിജിറ്റൽ നോളജ് അത് ഇന്ത്യ കൃത്യമായി ഉപയോഗിച്ചു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുഖമായി അവരെ അവതരിപ്പിച്ച് ഇന്ത്യ ലോകത്തിന് മുൻപിൽ കയ്യടി നേടിയപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കേണൽ ഖുറേഷി ഇറങ്ങി വന്നു. കേണൽ ഖുറേഷിയോടുള്ള ആദരവില്ലാത്ത മനുഷ്യരാരുമില്ല. 1974 ഗുജറാത്തിലെ വഡോദരയിൽ മുഹമ്മദ് ഖുറേഷിയുടെയും ആമിന ഖുറേഷിയുടെയും മകളായി ജനിച്ചയാളാണ് കേണൽ സോഫിയ ഖുറേഷി. ഇന്ത്യൻ സേനയുടെ ആത്മാവായി അവൾ മാറി. അങ്ങനെ എല്ലാ ഇന്ത്യക്കാരും അഭിമാനത്തോടെ ആദരവോടെ കരുതിയിരുന്ന കേണൽ ഖുറേഷിയെ ഒരു BJPയുടെ സമുന്നതനായ നേതാവ്, ഒരു മന്ത്രി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ തെറ്റല്ല, ഗൗരവമേറിയ തെറ്റാണ്. ജാതിമത ഭേദമന്യേ സകലരും ആദരിക്കുന്ന, സ്നേഹിക്കുന്ന കേണൽ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന് വിശേഷിപ്പിക്കുക എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ ഉപയോഗിച്ചതാണെങ്കിലും അംഗീകരിക്കാനോ അനുവദിക്കാനോ പാടുള്ളതല്ല. ആരാണോ നമ്മുടെ സഹോദരിമാരെ വിധവകളാക്കിയത്, അതേ സമൂഹത്തിൽ നിന്നും അവരുടെ സഹോദരിമാരാൽ അവരെ ഇന്ത്യ പാഠം പഠിപ്പിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം. എത്ര വർഗീയ വിഷം കലർന്ന ഒരു നിലപാട്. നാക്കുളുക്കല്ല. മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണെന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട കേണൽ ഖുറേഷിയും അതുകൊണ്ട് തന്നെ ഭീകരവാദ സമൂഹത്തിലെ ഒരു അംഗമാണെന്നും മുൻവിധിയോടെ വിശ്വസിക്കുകയും അത് ഉളുപ്പില്ലാതെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ് വിജയ് എന്ന് പറയുന്ന ഈ BJP മന്ത്രി. എത്ര ഖേദകരമാണ്.